Hey guys! വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ്. എങ്ങനെയാവും എന്താവും ഞങ്ങൾക്ക് അറിയില്ല. സോ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി മഗ് കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ മഗ് കേക്കിന് നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു റെസിപ്പി ഉണ്ട്. എന്നാലും നമ്മളൊരു വൈറലായിട്ടൊരു ഓറിയോയുടെ മഗ് കേക്ക് റെസിപ്പി നമ്മൾ കണ്ടായിരുന്നതാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതും കൂടെ ട്രൈ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് മഗ് കേക്ക് ഉണ്ടാക്കാൻ നോക്കണേ. എത്രത്തോളം ശരിയാവുന്ന അറിയില്ല. ഓറിയോടെ കണ്ടിട്ട് ഫ്ലോപ്പ് പോകാൻ ചാൻസ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് നേരെ കിച്ചണിലോട്ട് വിട്ടാലോ. അപ്പോൾ നമ്മൾ കിച്ചണിൽ തിരികെയാണ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോയുടെ മഗ് കേക്കാണ്. അപ്പോൾ നമ്മളൊരു 10 രൂപ ഓറിയോ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ 5 കുക്കീസാണ് ഉണ്ടാവും. 5 നമ്മൾ എടുക്കും. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പാലാണ്. പിന്നെ അതുപോലെ മൈദ, പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ രണ്ടും കറക്റ്റ് ഓർമ്മയില്ല, ഒന്നുകൂടെ നോക്കണം. അപ്പോൾ ബേക്കിംഗ് പൗഡർ ആണെന്ന് തോന്നുന്നു. ബേക്കിംഗ് പൗഡർ ഒരു 1/2 സ്പൂൺ ഇട്ടാൽ മതിയോ. നമ്മള് സാധനങ്ങൾ നമ്മുടെ 2 ഗ്ലാസ്സിൽ മഗ് കേക്ക് പോലെയാണ് ഉണ്ടാക്കണം. അപ്പോൾ രണ്ടെണ്ണം, ഒന്ന് ഓറിയോയും ഒന്ന് നമ്മൾ നോർമലി ഉണ്ടാക്കാറുള്ള മഗ് കേക്കും. നമ്മുടെ സാധാ റെസിപ്പി പറഞ്ഞ വീഡിയോയിൽ കണ്ടുപോലെ ട്രൈ ചെയ്യാൻ പോകണം. അപ്പോൾ എന്തോരം സക്സസ് ആവും എന്നറിയില്ല. നന്നാവും വിചാരിക്കണം. അതെ, വിചാരിക്കുന്നു. ഞങ്ങൾ വിശന്നിട്ട് തിന്നാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ അതെ മധുരം കഴിക്കാനുള്ള അതെ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാവും. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ട 4 ഓറിയോ കുക്കീസാണ്. 4 ഓറിയോണ് അവരിട്ടിരുന്നത്. അതിൻ്റെ ഒപ്പം പാലടി ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടുത്തെ പാല് ചിലപ്പോൾ ഒഴിക്കാൻ കുറച്ച് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇല്ല, പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടാട്ടോ അവർ ഇത് ചെയ്യുന്നേ. പാല് കുറച്ച് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് എനിക്കില്ല. അതില്ല, പക്ഷെ മൈദ ഒഴിക്കുമ്പോൾ ടാലി ആവുന്നു തോന്നുന്നു. ഒഴിക്കുമ്പോൾ മൈദ ഇടുമ്പോൾ. സോറി ഗൈസ്, കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ വരുന്നുണ്ട്. അതെ ഗൈസ്, കണ്ടോ, നമ്മളെല്ലാവരും ഫസ്റ്റ് വ്ലോഗായി എൻ്റെ പേരിൽ കുറച്ച് അറിയില്ല. അതെ, കുറച്ച് ഇതാ അത്യാവശ്യം നല്ലോണം മിക്സ് ആയിട്ടുണ്ടോ. ഇത് ക്രീം കുറച്ചൊന്ന് മിക്സ് ആവാൻ കിടക്കുന്നുണ്ടോ. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി. നമ്മളിനി ഇതിലോട്ട് 1 സ്പൂൺ മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിനി മിക്സ് ചെയ്തിട്ട് നോക്കാം എന്തോരം ആവശ്യമുണ്ട്. പാല് കൂടിപ്പോയോ എന്തായാലും നമുക്ക് നോക്കാം. കൃത്യ കൺസിസ്റ്റൻസിലാണ് എടുത്താലാണ് അതൊക്കെ ശരിയാവുള്ളൂ. എന്നുണ്ടാക്കണ പോലെ കുറച്ച് ഞാൻ ബേക്ക് ചെയ്യാറില്ല ഗൈസ്, സലീന ബേക്കറാണ്. പേജുള്ള ഗൈസ് നമ്മൾ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പേജിന്റെ പേര് ഗ്ലിമിന്റെ നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലിന്നിവിടെ ഇളക്കാൻ വെമ്പൽ മുട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ലിന്ന് ചെയ്തോട്ടെ, ആയിക്കോട്ടെ. കേക്കിന് അതിന്റെ ഇളക്കലൊക്കെ മര്യാദയ്ക്കല്ലെങ്കിൽ ശരിയാവില്ല. അധികം സ്പീഡിൽ ഇളക്കരുത്, അത് ഞാൻ മറന്നു പോയതാണ് ഗൈസ്. മുട്ടടിക്കണ പോലെ അടിക്കണത് ഞാൻ ദൈവമേ, സാധനം ഇളക്കാൻ മതി. 2 പേരെ ഇളക്കിയത് മതി. നിർത്തി പോയേ. ഇത് ശരിയായില്ലെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്തം ചെയ്യണം ഗൈസ്. ഇപ്പം ലാസ്റ്റായിട്ട് അവർ ചെയ്തത് ഒരു ഓറിയോ സെൻറ്ററിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മുടെ ബാക്കിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഓവനിൽ വെച്ചൊന്ന് 2 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിൽ വെച്ച് നമ്മൾ 2 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ പോകാം കേട്ടോ. ഇത് കുറച്ചധികം പാത്രങ്ങളുണ്ട്. ശരിയാവുമെന്ന് വിചാരിക്കാം അല്ലേ? വിചാരിക്കാം. ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് അടുത്തത് ചെയ്ത് വെക്കാം. നമ്മൾ സ്പൂണൊന്നും മാറ്റിയിട്ടില്ല. നമ്മളിതിൽ 2 ടീസ്പൂൺ കേട്ടോ മൈദ എടുക്കുന്നത്. 1 ടീസ്പൂൺ മൈദ, 1 ടീസ്പൂൺ കൊക്കോ പൗഡറാണ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. നെക്സ്റ്റ് നമുക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാല് നമുക്ക് കൺസിസ്റ്റൻസി നോക്കി വേണം ഒഴിച്ചു കൊടുക്കാൻ. നമുക്ക് ഒന്നില്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചിടാം കേട്ടോ. ഇപ്പം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഞാൻ ഇട്ടിട്ടില്ല. അതിന് പകരം പാലിൽ മിക്സ് ചെയ്യാം കേട്ടോ പഞ്ചസാര. നമ്മൾ നേരത്തെ മറന്നുപോയി ആഡ് ചെയ്യാനായിട്ട്. പാല് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് മിക്സ് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് അളവ് കിട്ടും നോക്കണം. നോർമലി നമ്മളിപ്പോൾ 2 സ്പൂൺ മൈദ എടുത്തുകൊണ്ട് 2 സ്പൂൺ തന്നെ പാലിൻ്റെ ആവശ്യം വരാറുള്ളൂ. 1 സ്പൂൺ നമ്മൾ ഓയിൽ ആഡ് ചെയ്യും കേട്ടോ. ഞാനാണ് ചെയ്യണേ.
അതുകൊണ്ട് ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എടി ഇത്ര മതിയോ നോക്കിയേ. എടി കറക്റ്റ് കൺസിസ്റ്റൻസി അനുസരിച്ചല്ലേ പറ്റുള്ളൂ. ഇവരും തന്നെ പ്രശ്നത്തിലാക്കും. ഒറ്റ മിനിറ്റ് സൈഡിൽ ഇതിലോട്ട് നമ്മൾ 1 ടീസ്പൂൺ ഓയിൽ, അതുപോലെ 2 ടീസ്പൂൺ പാലിൻ്റെ അളവ്. പാൽ ചിലപ്പോൾ നമുക്ക് കൊക്കോ പൗഡർ എന്തെങ്കിലും മൈദ എന്തെങ്കിലും കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പാൽ ഒഴിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ശരിയാവും. സാധാരണ ഇത് ഞങ്ങൾക്ക് അലീനയാണ് ഉണ്ടാക്കി തരാറ്. ഇതിപ്പോൾ ഞങ്ങൾ തന്നെ ശരിയാണല്ലേ. ഇത് ശരിയായിണ്ടോ വിചാരിക്കുക. അലീന ഇത് അവളോട് ചോദിച്ചിട്ട് ഇത് ശരിയായെന്ന് നമുക്ക് ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാതായിരിക്കും നല്ലത്. അലീന ചോക്കോ ചിപ്സ് എടുക്കാൻ വേണ്ടി പോയത്. ഇത് ഇവിടെ ചെയ്താണ് ഗൈസ്. ഇത് എടി അലീന ഇതൊന്ന് നോക്കിയത് ഞാൻ ചെയ്ത് ശരിയായി നോക്കൂ. ആ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അതെ ഈ ഒരു കൺസിസ്റ്റൻസി മതിയിട്ട് നമുക്ക്. ഓക്കെ, പിന്നെ കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതിൽ ചെറുതായിട്ട് കട്ടകളുണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് നമുക്ക് ചോക്കോ ചിപ്സ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ക്യൂബായിട്ട് ചെയ്ത് അതിട്ടാലും മതി. ഇതിപ്പോൾ ഞാൻ ചോക്കോ ചിപ്സ് കുറച്ച് നിർബന്ധമൊന്നുമില്ല. നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റിന് നമുക്കിത് നല്ലതായിരിക്കും. ഇതാ ചോക്കോ ചിപ്സ് ഇട്ടു. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. അതെ, ആവശ്യമുള്ളത് മാത്രം ഇട്ടാൽ മതി. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല ഡയറി മിൽക്കോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ച് ക്യൂബായിട്ട് ചെറിയ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തിടാം. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആവുന്നു മാത്രം. ഇതാ ഓക്കെ, നമ്മുടെ ഓവനിൽ വെച്ച കേക്ക് എന്തായാലും നമുക്ക് പോയി നോക്കാം അല്ലേ ലില്ലേ? അതെ, ശരിയായാൽ മതിയല്ലോ. അമ്മേശ്വര ഇതെന്താണെന്ന് ഞാൻ എടുക്കട്ടെ. കൈ കൊള്ളൂ. ഉണ്ടെന്ന് തോന്നല്ലേ. കേക്ക് പോലെ വന്നിട്ടുണ്ട്. നമുക്കിത് കഴിച്ചു നോക്കാം. അതിനു മുന്നേ നമുക്ക് ഇതും കൂടി ഒന്ന് കാണിച്ച് നമുക്ക് നമ്മൾ നെക്സ്റ്റ് വെച്ചിട്ട് നമുക്കിത് കഴിച്ചിട്ടുള്ള റിവ്യൂ. നെക്സ്റ്റ് വെക്കാൻ പോകുന്നത് ഞാൻ ടോപ്പിംഗ് ആയിട്ട് ചെറുതായിട്ട് ചോക്കോ ചിപ്സും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ വെക്കാം. 2 മിനിറ്റ്സ് മതിയിട്ട് നമുക്കിത് ബേക്ക് ആവാൻ. നമുക്കിന്റെ ടൈമർ 2 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് രണ്ടാമത്തെ എടുക്കുന്നത് ഇതും കുഴപ്പമില്ലാണ്ടായിട്ടുണ്ട്. സൈഡ് ചെറുതായിട്ടൊരു പണിക്കിട്ടിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അത് കാണിച്ചു തരാം. നമുക്ക് കഴിച്ചു നോക്കാം. ഇത് കുഴപ്പമില്ല, പക്ഷെ ഇതിന്റെ സൈഡൊക്കെ ഒരു ഒരുമാതിരി കഴിച്ചു നോക്കാം. ട്രൈ ചെയ്യാം. ഓക്കെ, ചൂടിന്റെ കഴിച്ചല്ലേ. Hi, beautiful people. അപ്പൊ ഫ്ലോപ്പ് ആയി ഒന്നും പറയാനില്ല. അടുത്തത് കഴിച്ചു നോക്കാം. മധുരില്ല, ഒരു മധുരില്ല, വെറുതെ ഒരു റബ്ബർ സാധനം കഴിക്കണം. ഇത് കഴിച്ചു നോക്കാം. ഓക്കെ, ഇതിന്റെ ഉള്ള കാര്യമുണ്ട് ഗൈസ്. നല്ല പക്കയായിട്ടുണ്ട്. സ്പൂഞ്ച് അത് പിന്നെ അലീനയുടെ പക്ഷെ സൈഡും സെറ്റ് ആയിട്ടിരിക്കുന്നു. മഗ് ചിലപ്പോ ചില്ലിന്റെ ആയിട്ടാവണം എന്ന് വിചാരിക്കുന്നു. ഇതെന്തായാലും ആയിട്ടുണ്ട്. ചൂടുണ്ട്. എനിക്ക് വായിലാദ്യം അതെ ചൂടുണ്ട്. പക്ഷെ മധുരില്ല. മധുരല്ലേ? അപ്പൊ നമ്മള് മധുരം ഇട്ടത് കുറഞ്ഞു പോയി ഗൈസ്. മധുരം വേണ്ട, അത് മധുരം കുറയ്ക്കാനുള്ള ചോക്ലേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ഇത് ശരിക്കും നല്ല കേക്കിന്റെ ആ ഒരു ഇതുപോലെ ഉണ്ട്. എന്നിട്ട് അതിന് പറയാ സോഫ്റ്റ്നെസ്സും കറക്റ്റായിട്ടെല്ലാം നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും. സ്പോഞ്ച് പോലെ ഇരിക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതൊരു എന്താ പറയാ, ഇതെല്ലാം അത് രണ്ടിന്റെയും സൈഡ് കാണിച്ചു കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ ഓറിയോ വെച്ചുണ്ടാക്കിയത്, വീഡിയോ കൊണ്ട് ഉണ്ടാക്കിയത്. ഇത് നമ്മൾ സ്ഥിരം അലീന ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാറുള്ളതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഉണ്ടോ? ഇതൊരു മാതിരി കളറും ഇല്ല, പിന്നെന്താ പറയുക, ശരിയായിട്ടില്ല. അതന്നെ. ഇത് നല്ല സ്പോഞ്ച് പോലൊക്കെ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മധുരം ഇത്തിരി ഞങ്ങൾ ഇട്ടത് ഇത്തിരി കുറഞ്ഞെന്നുള്ളൂ.
അതല്ലാതെ വേറെ കുഴപ്പം ഇതാണ് അടിപൊളി. അപ്പൊ എല്ലാവരും ഇതാണ് ട്രൈ ചെയ്യേണ്ടത്. നമുക്ക് ട്രൈ ചെയ്ത് ഡിസ്ക്രിപ്ഷനിലിടാം. കഴിച്ചിട്ട് നിങ്ങൾ പറയാം. ഓക്കെ. നമ്മുടെ അലീനയുടെ അനീതിയാണ്. അനീനയുടെ അനീതി വന്നിട്ട് അപ്പൊ നമുക്ക് അവളെ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? ഇഷ്ടായില്ല? അത്രയ്ക്ക് ഇഷ്ടായില്ല. മധുരം കുറവല്ലേ? അത് ഓറിയോ മഗ് കേക്ക് ആണ്. ഇത് നമ്മുടെ നോർമൽ. നെക്സ്റ്റ് ഇത് ട്രൈ ചെയ്ത് ഏതടിപൊളി പഠിച്ചു പറയണ പോലെ. അവൾക്കറിയാം അവളെ ചേച്ചിയുടെ എപ്പോഴും നന്നാവാറുണ്ട്. അതുകൊണ്ട് അവള് അതന്നെ പറയണത്. അപ്പൊ ഗായ്സ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ. നമ്മൾ 2 മഗ് കേക്ക് ട്രൈ ചെയ്തു. നമ്മൾ വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് ഫ്ലോപ്പായി. നമ്മൾ ഉണ്ടാക്കുന്നത് അടിപൊളിയായി. അപ്പൊ അടിപൊളിയായില്ല, കുഴപ്പമില്ല. അപ്പൊ അതിന്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നല്ലതാണ്. ആദ്യത്തെ വേണമെങ്കിൽ ട്രൈ ചെയ്തത് ഞങ്ങൾ അത്ര എന്തെങ്കിലും കണ്ടിട്ട് ഒരു ക്യൂരിയോസിറ്റി തോന്നിയത് നമ്മളെ പോലെ ട്രൈ ചെയ്യണം തോന്നുകയാണെങ്കിൽ ട്രൈ ചെയ്യാം. ഇനി അഥവാ എനിക്കൊന്നും ട്രൈ ചെയ്യാനായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതിന് ഭേദം ഓറിയോ ബിസ്ക്കറ്റ് കഴിക്കുന്നതായിരിക്കും. അതെ, കുറച്ചും കൂടെ ടേസ്റ്റ് അതായിരിക്കും. പിന്നെ കൂല ഇത് ഉണ്ടാക്കി നോക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് മധുരം കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ ക്രേവിങ്സ് വരാണ്. ഇപ്പൊ കടയിൽ പോയി വാങ്ങാൻ സാഹചര്യം ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങൾ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റത്തെ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.